ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി ഇൻഫോ പാർക്കിനോട് ചേർന്ന് 6 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7.5 കിലോമീറ്റർ മാറി വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 15 കിലോമീറ്ററും തൃപ്പൂണിത്തറയിലേക്ക് 12 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് എലവേഷൻ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്കിംഗ് വിരിച്ച വഴിയാണ് വീട്ടുമുറ്റത്തായി കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും കൊടുത്താണ് മെയിൻ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. 2-3 വാഹനങ്ങളൊക്കെ സുഖമായി പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ വീട്ടുമുറ്റത്തിൽ ലഭിക്കുന്നുണ്ട്. കടപ്പകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഈ ഭാഗത്ത് അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അല്പം നീളമേറിയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5-6 ആളുകൾക്ക് വരെ സുഖമായി ഇവിടെ ചെയറിട്ടിരിക്കാവുന്നതാണ്. നമുക്ക് ഇനി വീടിന്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലും പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. നമുക്കിനി വീടിന്റെ ഡൈനിങ് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമൊക്കെ ഒത്തിരി കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 പോർഷനുകളായി തിരിച്ച് ഫസ്റ്റ് കിച്ചൺ, സെക്കൻഡ് കിച്ചൺ എന്നിങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടിയോളം വലിപ്പം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കബോർഡ് വർക്കുകൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ബിൽഡർ ചെയ്ത് നൽകുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 1ാമത്തെ ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് റൂം കൊടുത്തിരിക്കുന്നത്. വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലെയിൻ സീലിംഗ് വർക്കുകളും കൂടാതെ ഒരു സ്കൈലൈറ്റും ബിൽഡറുടെ നൽകിയിട്ടുണ്ട്. 1ാമത്തെ നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് ഇതേപോലെ ഒരു L ഷേപ്പിൽ വരുന്ന ലിവിംഗ് സ്പേസ് ആണ്. നമുക്കിനി വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. വളരെ വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തുണികളും മറ്റും വിരിച്ചിടാനും ട്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിന് വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി സ്പേസായി നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ബാൽക്കണി കൂടി ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു വുഡൻ സിങ്കിങ് കോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നത് വരെ തൽക്കാലം നിർത്തുന്നു. നന്ദി.